ദുർവാസാവിൻ്റെ ശാപത്തെ തുടർന്ന് ജരാനരകൾ ബാധിച്ച ദേവന്മാർ പാലാഴി കടഞ്ഞ് അമൃതെടുത്തു. അമൃതിനെ ചൊല്ലി ദേവന്മാരും അസുരന്മാരും യുദ്ധമാരംഭിച്ചു. അസുരന്മാരിൽ നിന്ന് അമൃത് രക്ഷിക്കാൻ ഇന്ദ്രപുത്രനായ ജയന്തൻ അമൃതകുംഭവുമായി 12 ദിനം തുടർച്ചയായി ഓടിയെന്നാണ് ഐതിഹ്യം. ഓട്ടത്തിനിടെ 4 സ്ഥലങ്ങളിൽ ഇന്ദ്രപുത്രൻ അമൃത് താഴെ വെച്ച് വിശ്രമിച്ചു. ഗംഗയിൽ ഹരിദ്വാറിലും, ഗോദാവരിയിൽ നാസിക്കിലും, ക്ഷിപ്ര നദിയിൽ ഉജ്ജയിനിയിലും, ത്രിവേണി സംഗമസ്ഥാനമായ പ്രയാഗിലുമാണ് ഇന്ദ്രപുത്രൻ അമൃതകുംഭം വച്ചത്. ഇങ്ങനെ വെക്കുന്നതിനിടെ 4 ഇടങ്ങളിൽ അമൃത് തുളുമ്പി വീണു. ഇന്ദ്രപുത്രനല്ല ഗരുഡനാണ് അമൃതുമായി പറന്നതെന്ന മറ്റൊരു ഐതിഹ്യം കൂടി കുംഭമേളയ്ക്കുണ്ട്. 12 വർഷത്തിലൊരിക്കൽ നദികളിൽ അമൃതിൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്നും അന്ന് സ്നാനം ചെയ്താൽ പുനർജന്മരഹിതമായ മോക്ഷം നേടുമെന്നുമാണ് വിശ്വാസം. ഹൈന്ദവ ധർമ്മത്തിലെ എല്ലാ ധാരകളിൽ നിന്നുമുള്ള സ്വാമിമാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുംഭമേളകളിൽ സ്നാനത്തിനെത്തും. സപ്തർഷികളെ പോലുള്ള ദിവ്യ ഋഷിമാരും ആ സമയത്ത് അദൃശ്യരായി എത്തുമെന്നാണ് വിശ്വാസം.